ഇച്ഛാശക്തിയോടുകൂടി ഭരണം നടത്തുവാൻ ശ്രീ വി ഡി സതീശൻ പിണറായി വിജയനെ മാതൃകയാക്കാൻ തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും ഈ മഴക്കെടുതി ഉണ്ടായി, 9 പേർ മരിച്ചു. നമ്മൾ നേരെ ഏറ്റവും ഒടുവിലുണ്ടായ പ്രളയത്തെ പോലെ തന്നെ ഒരു പ്രളയമായി മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ജനം മുഴുവൻ പകച്ചു നിൽക്കുമ്പോൾ ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ സമയത്ത് എന്താ ചെയ്യുന്നത്? ജനങ്ങൾക്ക് ആശ്വാസം നൽകേണ്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടതാണ് മുഖ്യമന്ത്രി. എന്നാൽ അടിയന്തര പ്രാധാന്യമുള്ള ഔദ്യോഗിക കടമകൾ കാറ്റിൽ പറത്തി പൊന്നാനിയിൽ യൂത്ത് ലീഗ് നേതാവിന്റെ വസതിയിലെ സൽക്കാരത്തിൽ പങ്കുചേരുകയാണ് മുഖ്യമന്ത്രി. അത് പത്രങ്ങളിൽ മുഴുവൻ വന്നിട്ടുണ്ട്, പ്രിന്റ് മീഡിയസിൽ മുഴുവൻ വന്നിട്ടുണ്ട്. നാടൊട്ടുക്കും ജനങ്ങൾ ഭീതിയിലും നിരാശയിലും കഴിയുമ്പോൾ വിഭവസമർത്ഥമായ വിരുന്നുകൾ മുഴുകുന്ന മുഖ്യമന്ത്രിയുടെ നടപടി യഥാർത്ഥത്തിൽ ഇത് LDFന്റെ മുഖ്യമന്ത്രിയാണ് ചെയ്തിരുന്നതെങ്കിൽ ഇവിടെ ചില പത്രങ്ങളുണ്ടല്ലോ, അവരെന്തായിരിക്കും എഴുതുന്നത്? ഇത് യഥാർത്ഥത്തിൽ ഒരു റോം കത്തിയെരിയുമ്പോൾ നീറോ വീണം വിട്ടുന്നതിന് തുല്യമാണ് എന്നതുപോലെയാണ് ഇത് കാണാൻ വേണ്ടി കഴിയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഇത്രയും വലിയ സംഭവം നടക്കുമ്പോൾ അദ്ദേഹം ചെയ്ത കാര്യം ഈ പദവിക്ക് യോജിച്ചതാണോ? മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ചിട്ട് ശേഷം അയാൾ ദുരന്ത നടന്ന സ്ഥലത്ത് പോകേണ്ടതല്ലേ? ചിക്കനും മട്ടനും അതുപോലുള്ള വിഭവസമൃദ്ധമായ കാര്യങ്ങളാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്? 9 പേർ മരിച്ചു, മറ്റേ ദുരന്തം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സ്ഥലങ്ങളിൽ പോയി ഇതിനെല്ലാം മേൽനോട്ടം വഹിക്കുകയാണോ ചെയ്യേണ്ടത്? 2 മഹാപ്രളയങ്ങളും കോവിഡും വന്നപ്പോൾ അന്ന് ഇവിടെ കേരളത്തിലുള്ള മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ. അന്ന് നിങ്ങൾ എന്തെല്ലാം ആരൊക്കെ പറഞ്ഞാലും മുന്നിൽ നിന്ന് നയിച്ച ക്യാപ്റ്റൻ തന്നെയായിരുന്നു. ഇച്ഛാശക്തിയോടുകൂടി ഭരണം നടത്തുവാൻ ശ്രീ വി ഡി സതീശൻ പിണറായി വിജയനെ മാതൃകയാക്കാൻ തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.